എന്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഈ ജീറെ ഡെലിവറൻസ് മീറ്റിംഗിൽ സന്നിധരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്താവിന്റെ ദാസന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ രേഖപ്പെടുത്തുന്നു. വിശേഷാൽ ഇന്നത്തെ ഈ മീറ്റിംഗ് പ്രാരംഭ സമയം പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്ത പ്രിയ അന്നമാൻറ്റി, അനുഗ്രഹിക്കപ്പെട്ടതായ സംഗീത ശുശ്രൂഷ നിർവഹിച്ച പാസ്റ്റർ ജോയ്സ് പി മാത്യു ആൻഡ് ഫാമിലി, അതുപോലെ ഈ മീറ്റിംഗ് വളരെ നാളുകളായി മുടങ്ങാതെ എല്ലാ സാറ്റർഡേയും ദേശത്തിന് വേണ്ടിയും മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് ഇതിന് ഉത്സാഹത്തോടെ നേതൃത്വം നൽകുന്ന പ്രിയ ജോയ്സ് ആൻറ്റി, എല്ലാവർക്കും പ്രത്യേകം വന്ദനം പറയുന്നു. ജോയ്സ് ആൻറ്റി എന്നെ പരിചയപ്പെടുത്തി. ഇനിയും ഒരു പ്രസന്റേഷന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ദൈവകൃപയാൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനവുമായി വീണ്ടും ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തോർത്ത് സ്തോത്രം. പല പ്രാവശ്യങ്ങൾ ചില നാളുകൾക്ക് മുമ്പ് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. എന്നെ ക്ഷണിച്ച പ്രിയ ജോയ്സ് ആൻറ്റിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്തോത്രം. സൂമിലൂടെയുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് നമ്മുടെ ലൈവ് മീറ്റിംഗ് പോലെ നമുക്ക് കൂടുതൽ സമയങ്ങൾ സന്ദേശത്തിന്റെ മുമ്പിലായിരിക്കാൻ കഴിയില്ലല്ലോ. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചതും ഇടപെട്ടതുമായ ചില ദൈവിക ശബ്ദങ്ങൾ, സ്തോത്രം, എൻ്റെ അനുഭവത്തിലൂടെയും പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗത്തിനനുസരിച്ച് നിങ്ങളുമായിട്ട് സംസാരിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കപൂർത്തലയിൽ നിന്ന് പ്രിയ കെ എം മാത്യു അങ്കിൾ ഇതിനകത്ത് കാണാൻ കഴിയുന്നു. സ്തോത്രം. എനിക്ക് ആ കർത്താവിന്റെ ദാസനെ അറിയാം. ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്ന ദൈവദാസനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ബീഹാറിൽ നിന്ന് ബേബി പി എബ്രഹാം എന്ന കർത്താവിന്റെ ദാസനെ ഞാൻ കാണുന്നു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ദൈവവചനം സംസാരിക്കാൻ ലഭ്യമായ സമയം, മറ്റ് പല കാര്യങ്ങൾ പറഞ്ഞ് സമയം കളയാതെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പ്രാരംഭത്തെങ്കിലും ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ വേദഭാഗമാണ് 11-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഒരുപക്ഷെ അത് പത്രോസാകാം എന്ന് ഞാൻ ചിന്തിക്കുന്നു, നമ്മള് സുവിശേഷങ്ങളൊക്കെ വായിച്ചു വരുമ്പോ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന വ്യക്തി പത്രോസാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പത്രോസാണെന്ന് ചിന്തിക്കുന്നു. കർത്താവിനോട് പറയുകയാണ്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോ വേറെ ഏതെല്ലാം വിഷയങ്ങൾ, ഏതെല്ലാം കാര്യങ്ങൾ
ഈ ശിഷ്യന്മാർക്ക് യേശുവിനോട് ചോദിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് പ്രാർത്ഥന മാത്രം ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഇവർ ആവശ്യപ്പെടാനുണ്ടായ കാരണം? അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണം ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് യേശുവിന്റെ പ്രാർത്ഥന യേശുവിന്റെ ശിഷ്യന്മാരെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. നമുക്ക് അടുത്തൊരു ജനറേഷന് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെയും പ്രാർത്ഥന വേറൊരാളെ സ്വാധീനിക്കത്തക്കതായ നിലയിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ എന്ന് ഞാൻ ഈ വചനത്തിന്റെ അകത്തൂടെ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഈ 2025 ആണ്ടിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ദൈവശബ്ദത്തിനായിട്ട് ഇങ്ങനെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞാനിങ്ങനെ കാത്തിരുന്ന് ഒരുപാട് സമയങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് നോക്കി ദൈവശബ്ദത്തിന് വേണ്ടി ഇങ്ങനെ കാതോർത്തിരുന്നപ്പോൾ എന്നോട് ദൈവം സംസാരിക്കുന്നത് പോലെ തോന്നിയ ഒരു ശബ്ദമാണ്. ദൈവം തന്റെ സഭയ്ക്ക് കൈമാറിയ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക. ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ എൻ്റെ കാതിൽ കേട്ടു. ഞാൻ അന്നേരം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്താണ് അനന്ത സാധ്യത? അന്നേരം എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നതാണ്, പ്രാർത്ഥനയാണ് അനന്ത സാധ്യതയുടെ വാതിലുകളെ തുറക്കുന്ന താക്കോൽ. എന്റെ ഉള്ളിൽ അന്നേരം ഒരു ഭാരം ഉണ്ടായി. കർത്താവേ, പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടോ? പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി തുറന്നു തന്ന അനന്ത സാധ്യതയുടെ വാതിലുകൾ, ആ താക്കോൽ ഞാൻ വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്തിയോ? ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയപ്പോൾ എന്റെ പ്രാർത്ഥനയുടെ പോരായ്മകൾ എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കി തന്നു. സ്തോത്രം. ദൈവമക്കളെ, ഒരു മുറിയിൽ എത്രയെല്ലാം വിലയുള്ള സാധനങ്ങൾ കൂട്ടിയിട്ടാലും അത് നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ആ മുറി ലോക്ക് ചെയ്തിരിക്കുന്ന ആ ലോക്ക് തുറന്നെങ്കിലേ നമുക്ക് ആ വാതിലിലൂടെ മാത്രമേ ആ മുറിക്കകത്ത് കയറി നമുക്ക് ആ മുറിക്കകത്ത് വെച്ചിരിക്കുന്ന വിലയുള്ള സാധനങ്ങൾ അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും ഭൂമിയിലെ സകല ഭൗതിക നന്മകളുടെയും താക്കോൽ എന്ന് പറയുന്നത് പ്രേയറിലൂടെയാണ്. പ്രാർത്ഥനയിലൂടെ ചിലത് പ്രാപിച്ചെടുക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിന് ഒരു തലമുറ ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. പക്ഷെ അബ്രഹാമിന് ഒരു തലമുറ വേണമെങ്കിൽ പ്രാർത്ഥിച്ചേ പറ്റൂ. പെനീനയ്ക്കൊരു തലമുറ വേണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒരു നിയമം വെച്ചിട്ടുണ്ട് മനുഷ്യരിൽ. ആ നിയമപ്രകാരം തലമുറകൾ ഉണ്ടാകും. പക്ഷേ ഹന്നയ്ക്കൊരു തലമുറ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലൂടെ ചില ഹല്ലേലൂയ
ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ പ്രാപിച്ചെടുക്കണമെന്ന് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു. ഗ്ലോറി ടു ദ ലോർഡ്. അതേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നതും പ്രാർത്ഥനയെ കുറിച്ചാണ്. നോക്കൂ, ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചത് ഒറ്റ കാര്യമാണ്: ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ആ ടെക്നിക്ക്, ആ യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവം ഉണ്ടല്ലോ, അതൊന്നും പഠിപ്പിക്കാൻ അവര് ചോദിച്ചില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആ കൃപാവരം നമുക്കൊന്ന് ലഭിച്ചായിരുന്നെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയിൽ കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നു. വെള്ളത്തിന്റെ മീതെ നടക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, രോഗികൾക്ക് സൗഖ്യം നൽകുന്ന എന്തെല്ലാം മിനിസ്ട്രികൾ യേശു ചെയ്തു. ദൈവമേ, അങ്ങനെയുള്ള ഒരു കൃപാവരങ്ങൾ ഞങ്ങൾക്ക് തരണമേ എന്നല്ല ശിഷ്യന്മാർ ചോദിച്ചത്. ശിഷ്യന്മാർ ചോദിച്ചത്, യേശുവെ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: പ്രാർത്ഥനയിലൂടെയാണ് യേശു കർത്താവ് ഈ ശുശ്രൂഷകളുടെ എല്ലാം ചെയ്തതും. യേശുവിന്റെ മിനിസ്ട്രിയുടെ ആത്യന്തികമായ വിജയം എന്ന് പറയുന്നത് പിതാവിനോടുള്ള പ്രാർത്ഥനയായിരുന്നു എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. സ്തോത്രം. 2025 കഴിഞ്ഞുപോയി, 2026 നമുക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. പല പ്രതിസന്ധികളുടെ നടുവിൽ, പല വെല്ലുവിളികളുടെ നടുവിൽ നമ്മളായിരിക്കുകയാണ്. ദൈവസഭ പ്രാർത്ഥിക്കാനായിട്ട് ഉണരട്ടെ. കുടുംബങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഉണരട്ടെ. അടുത്തൊരാൾക്ക് നമ്മൾ കൈമാറിക്കൊടുക്കാൻ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവരെ സ്വാധീനിക്കത്തക്കതായ നിലയിലുള്ള പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരട്ടെ എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, ദൈവദാസന്മാരെ, വളരെയധികം പ്രാർത്ഥിക്കുന്ന ദൈവഭൃത്യന്മാർ ഇതിനകത്തുണ്ട്. മിഷൻ ഫീൽഡുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ദൈവദാസന്മാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. സ്തോത്രം. അവരൊക്കെ ഭയങ്കര വെല്ലുവിളികളുടെ നടുവിലാണ്. ഭീകര അന്തരീക്ഷങ്ങൾ ഓരോ ദിവസവും വാർത്തകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ, ഹല്ലേലൂയ, നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ, സ്തോത്രം, ഏത് വെല്ലുവിളികളുടെ നടുവിലും, ഏത് പ്രതിസന്ധികളുടെ നടുവിലും മുട്ടുമടക്കുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനെ ലോകത്തിലെ ഒരു ശക്തിക്കും മുട്ടുകുത്തിക്കാൻ കഴിയത്തില്ല എന്ന്, ലോകത്തിലെ ഒരു നിയമങ്ങൾക്കും പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ കഴിയത്തില്ലെന്ന്, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ദൂത് ഞാൻ നിങ്ങളോട് കൈമാറി തരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതെ, നമുക്ക് കൈമാറി തന്ന അനന്ത സാധ്യതയുടെ വാതിലായ, താക്കോലായ പ്രാർത്ഥന വേണ്ട നിലയിൽ പ്രയോജനപ്പെടുത്താൻ 2026 ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതെ, നമുക്ക് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചതുപോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യെഹെസ്കേൽ പ്രവചനം 22-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ലെന്നാ എഴുതിയിരിക്കുന്നത്.
Praise the Lord. ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ ഭാരമുണ്ടായി. ദൈവം ഒരു പ്രാർത്ഥനാ മനുഷ്യനെ അന്വേഷിക്കുന്നു. ദൈവം ഒരു പ്രസംഗകനെ അന്വേഷിക്കുന്നതിനേക്കാൾ, ദൈവം ഒരു പ്രവാചകനെ അന്വേഷിക്കുന്നതിനേക്കാൾ ഈ കാലഘട്ടത്തിൽ ദൈവം ഒരു പ്രാർത്ഥനാ മനുഷ്യനെ അന്വേഷിക്കുന്നു എന്ന് ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദൈവം അന്വേഷിക്കുന്ന ആ പ്രാർത്ഥനാ മനുഷ്യൻ നമ്മൾ ഓരോരുത്തരുമായി തീരട്ടെ. നമ്മൾ ഓരോരുത്തരുമായി തീരട്ടെ. സ്വർഗത്തിന്റെ കലവറ തുറക്കുന്ന, ഭൂമിയിൽ ദൈവത്തിന്റെ പദ്ധതികളെ വാതിൽ തുറക്കുന്ന, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സജ്ജരായി തീരാൻ ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കുമാറാൻ. ഒരു നിമിഷ കണ്ണുകളടയ്ക്കാൻ നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒന്ന് അടച്ച്. Glory to the Lord, 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 glory to the Lord. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച അതേ ചോദ്യം നമുക്ക് ഇന്ന് ദൈവത്തോട് ചോദിക്കാം. കർത്താവേ, എന്നെ ഒരു പ്രസംഗകനാക്കുന്നതിനേക്കാൾ, ഹല്ലേലൂയ, എന്നെ ലോകം അറിയപ്പെടുന്ന ഒരു മനുഷ്യനാക്കുന്നതിനേക്കാൾ എന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കി തീർക്കണമേ. എന്നെ ഒരു പ്രാർത്ഥിക്കുന്നവനാക്കി തീർക്കണമേ. എന്റെ പ്രാർത്ഥന കുറഞ്ഞ പക്ഷം എന്റെ കുടുംബത്തെയെങ്കിലും സ്വാധീനിക്കത്തക്കവണ്ണം, എന്റെ പ്രാർത്ഥന കുറഞ്ഞ പക്ഷം എന്റെ തലമുറയെങ്കിലും സ്വാധീനിക്കത്തക്കവണ്ണം, എന്റെ പ്രാർത്ഥന കുറഞ്ഞ പക്ഷം എന്റെ സഭയെങ്കിലും സ്വാധീനിക്കത്തക്കവണ്ണം, എന്റെ പ്രാർത്ഥന ഹല്ലേലൂയ പോരായ്മകളെ ഒന്ന് മാറ്റണമേ. എനിക്ക് ലഭിച്ച സമയങ്ങൾ, അവസരങ്ങൾ, സ്തോത്രം, ഞാൻ പാഴാക്കി കളഞ്ഞത് എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, എന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യരാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Glory to the Lord. അങ്ങനെ ഒരു ദാഹത്തോടു കൂടെ മാത്രമേ, അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടെ മാത്രമേ ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കാവൂ. സ്തോത്രം. Praise the Lord. Hallelujah. ഞാൻ വിചാരിക്കുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് നമ്മളോട്, ഹല്ലേലൂയ, ഇന്ന് രാത്രി സംസാരിക്കുന്ന രാത്രിയാണ്. സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ണുനീരൊഴുക്കിയ പല വിഷയങ്ങൾക്കും മറുപടി വെളിപ്പെടുന്ന വർഷമായിരിക്കും 2026. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, 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 അതിന്റെ ഡോറുകൾ തുറക്കപ്പെടുന്നതിനായിട്ട് സ്തോത്രം. അടയപ്പെട്ട് കിടക്കുന്നതും സാധ്യതയില്ലെന്ന് പറയുന്നതായ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി പ്രാർത്ഥനയിലൂടെ വെളിപ്പെട്ട് വരുന്ന വർഷമാക്കി ദൈവം തീർക്കുന്നതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരു വചനം ഒന്ന് വായിക്കാമോ? 46-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. 46-ാം സങ്കീർത്തനം 10-ാം വാക്യം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. 9-ാമത്തെ വാക്യം. അവൻ ഭൂമിയുടെ അറ്റം വരെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച കുന്തം മുറിച്ച രഥങ്ങൾ തീരിട്ട് ചുട്ടുകളയുന്നു. ദൈവമക്കളെ, നമ്മുടെ നേരെ വരുന്ന അമ്പുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതൊരു പക്ഷേ നിയമപരമായിട്ടുള്ള വെല്ലുവിളിയായിരിക്കാം, ചില അപകടങ്ങളായിരിക്കാം, ചില രോഗങ്ങളായിരിക്കാം,
വേറൊരാൾ നമുക്കെതിരെ തിരിയുന്ന തൊടുത്തുവിടുന്ന വാക്കുകളായിരിക്കാം. ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ചെയ്തുകൊള്ളൂ. സ്തോത്രം. നമുക്ക് നേരെ വരുന്ന അമ്പുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതിന്റെ ഉറവിടം എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അമ്പ് വെച്ചിരിക്കുന്ന വില്ല് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാണാമറയത്ത്, ഹല്ലേലൂയ, ഇരുട്ടത്ത് ആ അമ്പുകൾ ശത്രുക്കൾ എയ്തുവിടുമ്പോൾ, സ്തോത്രം, നമ്മുടെ നേരെ വരുന്ന ആ അമ്പുകളുടെ നടുവിൽ നമ്മുടെ മനസ്സ് പതറിപ്പോകാം, നമ്മൾ ഒരുപക്ഷെ ക്ഷീണിച്ചു പോകാം. എന്നാൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ 46-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിശദീകരിക്കാം. മൊർദെഖായിയുടെ നേരെ ഹാമാൻ എഴുന്നേറ്റു. അവന് വേണ്ടി കഴുകുമരം ഉണ്ടാക്കുകയാണ്. യഹൂദ ജാതിയെ മുഴുവൻ ആ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ രാജ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുകയാണ്. ഇതിന് നടുവിൽ മൊർദെഖായി എന്ത് ചെയ്തു? മൊർദെഖായി ഒന്നും ചെയ്തില്ല. മൊർദെഖായി വേറൊരാളെ സ്വാധീനിച്ച് രാജാവിനെ കണ്ടില്ല. രാജ്യത്ത് നിന്ന് മന്ത്രിയെ കണ്ടില്ല. ഹാമാന്റെ അടുത്ത് ചെന്ന് ക്ഷമാപണം ചെയ്തില്ല. ഒറ്റ കാര്യം ചെയ്തു. പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടുകൂടെ കരഞ്ഞു. സ്തോത്രം. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടുകൂടെ കരഞ്ഞു. സ്തോത്രം. നോക്കൂ, എവിടെ നിന്നാണോ മൊർദെഖായിക്കെതിരായി കഴുമരം ഒരുങ്ങിയത്, അതിന്റെ വില്ല് വെച്ചിരിക്കുന്നത് രാജകൊട്ടാരത്തിലാണ്. ഹാമാൻ മുഖാന്തരം വന്ന അമ്പ് മാത്രമേ മൊർദെഖായിക്ക് അറിയത്തുള്ളൂ. പക്ഷെ വില്ല് വെച്ചിരിക്കുന്ന രാജകൊട്ടാരത്തിലാണ്. ഒരു രാത്രി മുഴുവൻ ശത്രുവായ ഹാമാൻ പ്രാർത്ഥനാ മനുഷ്യന് നേരെ കഴുകുമരം ഒരുക്കുമ്പോൾ, ഇതാ അന്ന് രാത്രി ദൈവം എന്ത് ചെയ്യുകയാ? ഹാമാന്റെ വില്ലൊടിക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. ദൈവജനത്തിനെതിരായി പുറപ്പെട്ട വില്ലൊടിക്കാൻ ദൈവം തീരുമാനിച്ചു. അതിന് രാജാവിനെ തന്നെ ദൈവം തൊട്ടു. അന്ന് രാത്രി രാജാവിന്റെ ഉറക്കം കെടുത്തി. ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. ഉറക്കം വരാത്തതിന് ദിനവൃത്താന്ത പുസ്തകം വായിച്ചിട്ട് എന്നാ ഫലം? ഉറക്കം കിട്ടുമോ? സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ വഴികൾ അഗോചരമാണ്. കൊടുങ്കാറ്റിൽ ദൈവത്തിന് വഴിയുണ്ട്. കൂരിനുള്ളിൽ ദൈവത്തിന് വഴിയുണ്ട്. ആഴിക്കകത്തും ദൈവത്തിന് വഴിയുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിന്റെ അകത്തും മൊർദെഖായിയെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് രാത്രി വില്ല് എവിടെ വെച്ചോ ആ വില്ലിനെ തന്നെ ദൈവം തൊട്ടു. സ്തോത്രം. രാജാവിനെ തന്നെ ദൈവം തൊട്ടു. സ്തോത്രം. നേരം വെളുത്തു വന്നപ്പോൾ, ഹല്ലേലൂയ, ഹാമാന്റെ മൊർദെഖായിക്കെതിരെ തൊടുത്തു വിടാൻ പദ്ധതിയിട്ടിരുന്ന അമ്പുകളുടെ ലക്ഷ്യം തെറ്റി. അതിന്റെ ശക്തി മാറിപ്പോയി. അതിന്റെ ഗതി മാറിപ്പോയി. സ്തോത്രം. ഹല്ലേലൂയ. മൊർദെഖായിക്കെതിരെ സ്വപ്നം കണ്ട സകല പദ്ധതികളും താറുമാറായ ചരിത്രം നമുക്ക് വേദപുസ്തകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. എങ്ങനെ ആ വില്ലൊടിഞ്ഞു, എങ്ങനെ അമ്പിന്റെ ഗതി മാറി എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വേണ്ടി ദൈവം എഴുന്നേൽക്കുമെന്ന് ഹല്ലേലൂയ ഈ വചനത്തിലൂടെ ദൂത് ഞാൻ കൈമാറുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദൂത് വിശ്വസിക്കുന്ന,
ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ സഹായികളെ, പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, 2026 ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ശത്രു ഒളിവിടങ്ങളിൽ വെച്ചിരിക്കുന്ന വില്ലുകൾ ഒടിക്കുന്ന വർഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില അമ്പുകളെ ദൈവം ഗതിമാറ്റി വിടുന്ന വർഷമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സാധ്യതകളില്ലെന്ന് പറയുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. സൗഖ്യമില്ലെന്ന് വാദിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ തളരരുത്. മറുപടി വൈകുന്നു എന്ന് ഹല്ലേലൂയ കാണുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ, വെല്ലുവിളികൾ ഉയരുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ ക്ഷീണിച്ചു പോകരുത്. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേൽക്കും. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. മറ്റെങ്ങും നീ സ്വാധീനം ചെലുത്തുന്നതിനേക്കാൾ നിനക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരിടമുണ്ട്. അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയാണ്. പ്രാർത്ഥനാ മുറിക്കകത്താണ് നിനക്ക് വേണ്ടി ദൈവം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ഗുണങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൂത് കൈമാറുകയാണ്. സ്തോത്രം. ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും വിള്ളൽ വന്നിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എവിടെയെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്, പ്രാർത്ഥനാ ശൈലിക്ക് എവിടെയെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇടിവുകൾ നികത്തുക, പോരായ്മകൾ നികത്തുക. കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക, കുറച്ചുകൂടെ പ്രാർത്ഥിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക. സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടി വരാതിരിക്കത്തില്ല. സ്തോത്രം. ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ ഉപ്പാപ്പന്റെ മോള് ബ്ലസ്സി ഇതിനകത്ത് പങ്കെടുക്കുന്നു. സ്തോത്രം. ഞാൻ ഇവിടെ നിന്ന് ബ്ലസ്സിക്ക് ഒരു കത്ത് അയച്ചാൽ അവളുടെ അഡ്രസ്സിൽ 2 ദിവസമോ 3 ദിവസമോ അവൾ പാർക്കുന്ന അഡ്രസ്സിൽ അവിടെ കിട്ടും. ഇല്ലേ? ചിലപ്പോ ഒരാഴ്ച എടുത്തെന്നിരിക്കും. ഹല്ലേലൂയ. പക്ഷെ എന്നാലും അവിടെ കിട്ടാതിരിക്കത്തില്ല. നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇത്രയും പ്ലാനിങ്ങോടെ കാര്യം ചെയ്യുമ്പോൾ ഒരു കത്ത് അവിടെ ഹല്ലേലൂയ ലഭിക്കുമെങ്കിൽ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് എന്റെ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു ഇമെയിൽ സന്ദേശം അയച്ചാൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അമേരിക്കയിൽ ഇരിക്കുന്നയാൾക്ക് ആ ഇമെയിൽ സന്ദേശം ലഭിക്കും. ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രമാത്രം ഈ കാലഘട്ടത്തിൽ വിജയിച്ചെങ്കിൽ ഇതാ യുഗങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ സ്വർഗത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ഹല്ലേലൂയ ഒരു പദ്ധതി ദൈവം ഈ ഭൂമിയിലുള്ള നമുക്ക് കൈമാറി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പ്രാർത്ഥനയാണ്, അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മറുപടി വരാതിരിക്കത്തില്ല. ഹല്ലേലൂയ. അത് എത്തേണ്ടടുത്ത് എത്തും. ഹല്ലേലൂയ. പ്രവർത്തിക്കേണ്ട സമയത്ത് ദൈവം പ്രവർത്തിക്കും, എഴുന്നേൽക്കേണ്ട സമയത്ത് ദൈവം എഴുന്നേൽക്കും. അതുകൊണ്ട് നമുക്കും കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഉത്സാഹിക്കാം. ഞാൻ വചനം ധ്യാനിച്ച 1-2 ചിന്തകളുടെ അതിനകത്ത് പറഞ്ഞിട്ട് വേഗത്തിൽ എന്റെ സമയങ്ങളെ ഹല്ലേലൂയ നിർത്താം. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ഞാൻ വായിക്കാം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്,
നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ കടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക കൊണ്ട് എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് പറഞ്ഞത് കൊണ്ട് നമുക്കിത് 100% വിശ്വസിക്കാം. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യം, യേശുവിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു അവർക്ക് തിയറി പ്രാർത്ഥനയുടെ മെത്തേഡ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ 5-ാമത്തെ വാക്യം മുതൽ ഒരു ഉദാഹരണ സഹിതം അവരെ പ്രാർത്ഥന പ്രാക്ടിക്കലാക്കാൻ കർത്താവ് ശ്രമിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു 3-4 ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നോക്കൂ, 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവരെ പ്രാക്ടിക്കലായിട്ട് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. എന്താണ് കർത്താവോട് പഠിപ്പിക്കുന്നത്? പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം എന്ന് ഒരു സ്നേഹിതൻ വഴിയാത്ര എന്റെ അടുക്കൽ വന്നു, അവനോട് കൊടുപ്പാൻ എന്റെ പക്കൽ ഇല്ല എന്ന് അവനോട് പറഞ്ഞ. സ്തോത്രം. യേശു തുടങ്ങുകയാണ്, പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. എന്താ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ 1-ാമത്തെ മെത്തേഡ് എന്താ? പ്രാക്ടിക്കൽ നിലയിൽ ചിന്തിച്ചേ. പ്രാർത്ഥന ഉയരേണ്ടത്, ഒരുവൻ പ്രാർത്ഥിക്കേണ്ടത് ബന്ധത്തിൽ നിന്നായിരിക്കണം. റിലേഷനിൽ നിന്ന് വേണം പ്രയർ തുടങ്ങാൻ. റിലീജിയനിൽ നിൽക്കരുത്, മതപരമായ ചടങ്ങുകൾക്കകത്ത് നിൽക്കരുത്. മതപരമായ ചടങ്ങുകൾക്കകത്ത് പ്രാർത്ഥന എല്ലായിടത്തും ഉണ്ട്, എല്ലാ മതവിശ്വാസത്തിലും ഉണ്ട്. സ്തോത്രം. പക്ഷേ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം റിലീജിയൻ അല്ല, മതപരമായ ചടങ്ങുകൾക്കകത്ത് നിൽക്കുന്ന ഒരു രീതിയല്ല. പിന്നെയോ അതൊരു റിലേഷനാണ്. ബന്ധത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയർന്നത്. നമ്മുടെയൊക്കെ വീട്ടില് അപ്പ അമ്മ വല്ലതും തരണേ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും വരാറുണ്ട്. നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ അവരെ സഹായിക്കാറുണ്ട്. ഇവിടെയും വരാറുണ്ട്. പക്ഷെ നാളെ അവർ ഫോൺ വിളിച്ചിട്ട്, പാസ്റ്റർ എന്നോണ്ട് വിശേഷം എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. നിങ്ങളെ വിളിച്ചു കാണത്തില്ല. അവര് നമ്മളെ സമീപിച്ചത് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം. ഇതുപോലെ ഒരു ആവശ്യത്തിന് മാത്രം ദൈവം ഉദ്ദിഷ്ട കാര്യത്തിൽ ഉപകാര സ്മരണ പത്രത്തിൽ കാണാറുള്ള വാക്ക. അന്നേരം മാത്രം ഒരു ദൈവം. സ്തോത്രം. അങ്ങനെ ഒരു മതപരമായ ബന്ധമല്ല ദൈവത്തോട് വേണം. കർത്താവ് ഇവിടെ പഠിപ്പിക്കുകയാണ്, ശിഷ്യന്മാരെ, പ്രാർത്ഥന ഉയരേണ്ടത് റിലേഷനിൽ നിന്നായിരിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേറെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ബന്ധം നഷ്ടപ്പെടരുത്. സ്തോത്രം. വേറെ എന്തെല്ലാം നഷ്ടങ്ങൾ ഭവിച്ചാലും ബന്ധം നഷ്ടപ്പെടരുത്.
ദൈവവുമായിട്ടുള്ള, കർത്താവുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ്, ആ സ്നേഹിത ബന്ധം നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളുമായി പ്രാർത്ഥിക്കുന്നവൻ ബന്ധപ്പെടാൻ പാടില്ല. Glory to the Lord. Praise the Lord. Hallelujah. ദൈവഹിതമല്ലാത്തതും ദൈവ പദ്ധതിക്ക് ചേരാത്തതും ദൈവ ഇഷ്ടത്തോട് യോജിക്കാത്തതുമായ ഒന്നുമായും നമുക്ക് കൈകൊടുക്കാൻ, പ്രാർത്ഥിക്കുന്നവന് കൈകൊടുക്കാൻ വ്യവസ്ഥയില്ല. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ വന്നാൽ, അങ്ങനെ നമ്മൾ ഇടപെട്ടു പോയാൽ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും. സ്തോത്രം. അതുകൊണ്ട് ബന്ധമാണ് പ്രധാനം. ആ ബന്ധത്തിൽ നിന്ന് വേണം പ്രാർത്ഥന ഉയരുവാൻ. ഇയ്യോബിനെല്ലാം നഷ്ടമായി. അവന്റെ ആരോഗ്യം അവന് നഷ്ടമായി, സമ്പത്ത് നഷ്ടമായി, മക്കൾ നഷ്ടമായി, ശരീരത്തിന്റെ സൗന്ദര്യം നഷ്ടമായി, മൃഗസമ്പത്തുകളും ഭൗതിക സമ്പത്തുകളും എല്ലാം നഷ്ടമായി. അവനുണ്ടായിരുന്ന പദവി, ഒരു ന്യായാധിപനായിരുന്നു അദ്ദേഹം എന്ന് ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം. പിശാച് വിചാരിച്ചു ഇയ്യോബിന് ദൈവവുമായിട്ടുള്ള ബന്ധം കേവലം ഒരു മെറ്റീരിയൽ ബന്ധമാണ്, അതുകൊണ്ട് അതിനെയെല്ലാം തകർത്താൽ ദൈവവുമായിട്ടുള്ള ഇയ്യോബിന്റെ ബന്ധം നഷ്ടപ്പെടുമെന്ന് പിശാച് ചിന്തിച്ചു. സ്തോത്രം. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടിട്ടും, എല്ലാം തകർന്നടിഞ്ഞിട്ടും ഇയ്യോബിന് ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടില്ല. സ്തോത്രം. അവരെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര വലിയ പ്രതീക്ഷയാണ്, എത്ര വലിയ ബന്ധമാണ്. നഷ്ടങ്ങൾ ജീവിതത്തിൽ വരാം, കഷ്ടങ്ങൾ പ്രാർത്ഥിക്കുന്നവന് വരാം. ജീവിതത്തിൽ നാം ഉണ്ടാക്കിയെടുത്തതെല്ലാം തകർന്നു പോയെന്ന് വരാം. പക്ഷേ ഹല്ലേലൂയ, അതൊന്നുമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ കൂരിരുൾ എന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ, ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം ഇവിടെ കാണുന്ന ഒരു നഷ്ടങ്ങളുമല്ല. ഒരുപക്ഷെ അവൻ രോഗിയായി, ഒരുപക്ഷെ അവൻ കഷ്ടത്തിലായി, ഒരുപക്ഷെ അവൻ അപകടത്തിലായി, അവനുണ്ടാക്കിയ ഹല്ലേലൂയ എല്ലാം നഷ്ടപ്പെട്ടാലും, ആരോഗ്യം നഷ്ടപ്പെട്ടാലും, ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഗ്ലോറി ടു ദ ലോർഡ്, ഗ്ലോറി ടു ദ ലോർഡ്, ഗ്ലോറി ടു ദ ലോർഡ്. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂരിരുളിന്റെ നടുവിലും ദാവീദിന് ആശ്വാസം നൽകുന്നത് കിരീടമല്ല, ചെങ്കോലല്ല, സിംഹാസനമല്ല, സൈന്യമല്ല, അവന്റെ പദവിയല്ല. സ്തോത്രം. കൂരിരുളിന്റെ നടുവിലും അവനെ ധൈര്യത്തോടെ നിൽക്കാൻ അവനെ ശക്തീകരിക്കുന്ന ഊർജകേന്ദ്രം അവന്റെ കൂടെ അവൻ അനുഭവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ്. സ്തോത്രം. ഇന്ന് ഈ വചനം കൈമാറുമ്പോൾ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അകത്ത് എവിടെയെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ, ഞാനും എന്റെ കർത്താവും തമ്മിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇടയ്ക്ക് കയറിയെങ്കിൽ, ഭൗതികത ഇടയ്ക്ക് കയറിയെങ്കിൽ, എവിടെയെങ്കിലും എന്റെ ലക്ഷ്യം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. ഗ്ലോറി ടു ദ ലോർഡ്, ഗ്ലോറി ടു ദ ലോർഡ്, ഗ്ലോറി ടു ദ ലോർഡ്. അപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വത്തിൽ നിന്ന് തുടങ്ങുകയാണ്. പ്രാർത്ഥന ഉയരേണ്ടത് ഒരു ഫ്രണ്ട്ഷിപ്പ് ബന്ധത്തിൽ നിന്നാണ്. സ്തോത്രം. ദൈവവുമായിട്ടുള്ള, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേണം പ്രാർത്ഥന ഉയരുവാൻ. രണ്ടാമത് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്
ഈ മനുഷ്യൻ അർദ്ധരാത്രിയിൽ പോയി മറ്റൊരു സ്നേഹിതന്റെ അടുക്കൽ പോയി മുട്ടുന്നത് തന്റെ കാര്യത്തിന് വേണ്ടിയല്ല, തന്റെ ഭാര്യയുടെ ആവശ്യത്തിനല്ല, കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനല്ല, ആ സ്നേഹിതന്റെ വീടുമായി ബന്ധപ്പെട്ട അവന് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾക്കും വേണ്ടിയാണ്. പിന്നെയോ വേറൊരാൾക്കു വേണ്ടിയാണ് ഈ അർദ്ധരാത്രിയിൽ പോയി മനുഷ്യൻ മുട്ടുന്നത്. സ്തോത്രം. പ്രാർത്ഥന നിസ്വാർത്ഥമായിരിക്കണം, സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നുള്ള ചിന്ത മാറ്റിയിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ വിലയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യതയും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയും തിരിച്ചറിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമക്കളെ, കേരളത്തെ കുറിച്ച് പ്രാർത്ഥിക്കാൻ ഇവിടെ ആന്റി പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് വളരെ ദുരന്തങ്ങളുടെ നാടായി മാറിയിരിക്കുക. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സഭകൾ, കുടുംബങ്ങൾ, ബന്ധങ്ങൾക്ക് ശിഥിലം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ പ്രാർത്ഥന കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം ഇടിവിൽ നിൽക്കാൻ എനിക്ക് കഴിയാതെ പോയതാണ് എന്റെ നാടിന്റെ ദുരന്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? പ്രാർത്ഥന ഒരു ബദലാണ്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ബദൽ കെട്ടി പ്രാർത്ഥിക്കാൻ, ദേശത്തിന് വേണ്ടി ബദൽ കെട്ടി പ്രാർത്ഥിക്കാൻ ഒരു കാവൽക്കാരന്റെ ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന ഉയരേണ്ടത് ബന്ധത്തിൽ നിന്നാണ്. പ്രാർത്ഥന നിസ്വാർത്ഥമായതായി തീരട്ടെ. വേറൊരാൾക്കു വേണ്ടി ഇടിവിൽ നിന്ന് ആത്മഭാരത്തോടെ കരയാൻ ഇന്ന് ഈ വചന കേൾവി നമുക്ക് പ്രചോദനം തരികയാണ്. നമുക്കത് ഏറ്റെടുക്കാം. ഞാൻ അതിനെ റിസീവ് ചെയ്യുന്നു. സ്തോത്രം. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളോട് ആരോടും സംസാരിക്കുന്നതിനേക്കാൾ ഒന്നാമത് ദൈവം എന്നോട് സംസാരിക്കുന്നു ഈ വചനത്തിലൂടെ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിന്റെ കാരണം, നമ്മുടെ തലമുറകൾ ഗതിമാറി പോകുന്നതിന്റെ കാരണം, നമ്മുടെ ദേശം നശിച്ചു പോകുന്നതിന്റെ കാരണം, ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. നമുക്കിടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമുക്കിടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് മതിൽ കെട്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദേശത്തെ ദൈവം രക്ഷിക്കട്ടെ. കുടുംബങ്ങളെ ദൈവം വിടുവിക്കട്ടെ. തലമുറകളെ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിലേക്ക് തിരിക്കട്ടെ. നമുക്കിടിവിൽ നിന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. മൂന്നാമത്തെ, പരിശുദ്ധാത്മാവ് എനിക്ക് ആ വചന ധ്യാനത്തിലൂടെ നൽകി തന്ന നാലാമത്തെ ചിന്ത, നാലാമത്തെ ചിന്ത, 7-ാമത്തെ വാക്യം. എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് അവന് എഴുന്നേറ്റ് കൊടുക്കില്ല. അവൻ ലജ്ജ കൂടാതെ മുട്ടുക കൊണ്ട് അവൻ വേണ്ടുവോളം കൊടുക്കും. പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങളുണ്ട്, പക്ഷെ അത് ന്യായമായ തടസ്സങ്ങളല്ല. നോക്കൂ ആ വചനത്തിലേക്ക്. എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കും. അടച്ച കതക് തുറക്കാൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ. നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെല്ലുന്നത് അടുക്കള വാതിലൂടെയാണോ? അല്ലല്ലോ, ഫ്രണ്ട് ഡോറിലൂടെയായി. ആകാത്ത വഴിയിലൂടെ അതിലൂടെ കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും എന്നാ കർത്താവ് പറയുന്നത്. അപ്പൊ നമ്മളൊരു വീട്ടിൽ
പോവുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഡോറിലൂടെയാണ്. ഒരു വീടിന്റെ ഫ്രണ്ട് ഡോർ എന്തായാലും രാത്രിയിൽ എല്ലാവരും അടച്ചിട്ടാണ്. ഫ്രണ്ട് ഡോർ എന്നല്ല, എല്ലാ വാതിലും നമ്മൾ അടച്ചിട്ടാണ്. അടച്ച വാതില് രാവിലെ നമ്മൾ തുറക്കും. അപ്പൊ ഈ പറഞ്ഞതിന് വല്ല ന്യായമുണ്ടോ? കഥ കടച്ചിരിക്കുന്നു. കഥ കടച്ചെങ്കിൽ തുറക്കാൻ പറ്റുന്ന തടസ്സമേ ഉള്ളൂ. സ്തോത്രം. അപ്പൊ അതൊരു ന്യായമായ കാരണമല്ല. അടുത്ത നോക്കൂ, പൈതങ്ങളും എന്റെ കൂടെ കിടക്കുന്നു. പുള്ളിക്കാരി നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത് കൊണ്ടായിരിക്കും, നേഴ്സ് ആയിരിക്കാം. നൈറ്റ് ഡ്യൂട്ടിക്ക് പോയത് അല്ല, കുഞ്ഞുങ്ങള് എന്തായാലും തള്ളമാരുടെ കൂടെ കിടക്കുന്നത്. അങ്ങനെ പൈതങ്ങൾ എന്തായാലും അമ്മമാരുടെ കൂടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പന്മാരുടെ കിടക്കാൻ സാധ്യത കുറവാണ്. നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു, നമ്മുടെ ഇത് ചിന്തിച്ചു, ശരിയല്ലേ? കുഞ്ഞുങ്ങൾ എന്തായാലും അമ്മമാരുടെ കൂടെയാണ് കിടക്കാറ്. അപ്പൊ പുള്ളിക്കാരി നേഴ്സായിട്ട് ഡ്യൂട്ടിക്ക് പോയപ്പോ അപ്പൻ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിക്കുക. കുഞ്ഞുങ്ങൾ അടുത്ത് കിടക്കുന്നെന്നും പറഞ്ഞ് ഒരാൾ ഒരു കാര്യം ചോദിച്ചാൽ എടുത്തു കൊടുക്കാൻ പറ്റാത്ത തടസ്സമാണ്. ഇദ്ദേഹത്തിന് ഒരു മൂത്രശങ്ക വന്നാൽ രാത്രി എഴുന്നേക്കത്തില്ലേ? ഒരു അത്യാവശ്യ കാര്യം വന്നാൽ എഴുന്നേക്കുമല്ലോ. കുഞ്ഞുങ്ങൾ അടുത്ത് കിടക്കുന്നു പറഞ്ഞ് എഴുന്നേക്കാതിരിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ അതും എന്താണ്? ന്യായമായ തടസ്സമല്ല. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ? കർത്താവ് എത്ര സുന്ദരമായിട്ട് ആ പ്രാർത്ഥനയുടെ പ്രാക്ടിക്കൽ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഈ പറഞ്ഞ തടസ്സങ്ങളൊന്നും ന്യായമായ തടസ്സങ്ങളല്ല. സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുക. പ്രാർത്ഥനയ്ക്ക് ഒന്നും തടസ്സമില്ല. പ്രാർത്ഥനയുടെ മറുപടി വരാൻ ഒന്നും തടസ്സം വിടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇവിടെ ഒരു ന്യായമായ തടസ്സങ്ങളും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് ധൈര്യം തരട്ടെ, ധൈര്യം തരട്ടെ. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് ഈ ഹല്ലേലൂയ ഉത്തേജനം തരികയാണ് ഈ വചനത്തിലൂടെ. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ന്യായമായ തടസ്സങ്ങൾ. പക്ഷെ ഇവൻ ലജ്ജ കൂടാതെ മുട്ടുകയാണ്. ന്യായമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, തടസ്സങ്ങൾ പറയുന്നെങ്കിലും ഇവൻ മുട്ടു നിർത്തുന്നില്ല. ലജ്ജ കൂടാതെ മുട്ടുകയാണ്. എന്താ ഈ ഈ മനുഷ്യൻ ലജ്ജ കൂടാതെ മുട്ടാനുണ്ടായ കാരണം? സൂമിലൂടെ ആയതുകൊണ്ട് ചോദ്യോത്തരത്തിന് സമയം എടുക്കുന്നില്ല. നമ്മുടെ സമയം ഏകദേശം തീരാറുമായി. സ്തോത്രം. എന്തായിരിക്കും അവൻ ചോദിച്ചത്? എന്താ? 3 അപ്പം. ആ അപ്പം അവിടെ ഇല്ലെന്ന് പറയുന്നില്ല. തടസ്സങ്ങൾ വേറെയാ പറയുന്നു. പക്ഷെ ചോദിച്ചതിന്റെ തടസ്സം പറയുന്നില്ല. ചോദിച്ചത് അവിടെ ഇല്ലെന്ന് അവൻ പറയുന്നില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ പിതാവായ ദൈവം, ഹല്ലേലൂയ. കാട്ടിലെന്തോരം മൃഗങ്ങളുണ്ട്, ആകാശത്തെന്തോരം പറവകളുണ്ട്, ഈ ഭൂമിയിൽ എന്തോരം ഹല്ലേലൂയ മനുഷ്യരുണ്ട്, സമുദ്രത്തിൽ എത്രയോ മത്സ്യങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്. ആനയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല മുയല് കഴിക്കുന്നത്. മുയലിന് കൊടുക്കുന്ന ഭക്ഷണമല്ല കാക്കയ്ക്ക്. സ്തോത്രം. നമുക്ക് ഇതുവരെ ചിന്തിക്കാത്തതും മനസ്സിലാക്കാത്തതുമായ ഒത്തിരി 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 മൃഗങ്ങളും ഒത്തിരി പക്ഷികളും ഈ ഭൂമിയിലുണ്ട്. അവയ്ക്കെല്ലാം അവയുടെ ടേസ്റ്റ് അറിഞ്ഞ് ഹല്ലേലൂയ ഭക്ഷണം കൊടുക്കുന്നത് ആരാ? കരയുന്ന കാക്കയ്ക്ക് അതിന്റെ ആഹാരം കൊടുക്കുന്ന സർവശക്തനായ ദൈവം. അവന്റെ പക്കലുണ്ട് നിന്റെ ആവശ്യത്തിനുള്ള സോഴ്സ്. സ്തോത്രം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ സോഴ്സ് കർത്താവിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മടുത്തു പോകരുത്, പ്രാർത്ഥനയ്ക്ക് മടുത്തു പോകരുത്. പ്രാർത്ഥനയുടെ ഹല്ലേലൂയ സമയങ്ങൾ അല്പം ദീർഘിച്ചു പോയെന്ന് ചിന്തിച്ചാലും പ്രാർത്ഥനയുടെ മറുപടി വരാതിരിക്കത്തില്ല. സമയത്തിന്റെ പരിധി കൊണ്ട് 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം. 13-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അവനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. പ്രാർത്ഥനയുടെ ആത്യന്തിക ഉദ്ദേശം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ അനന്ത സാധ്യതയുടെ വാതിൽ തുറക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിലൂടെയാണ്. എന്റെ മകൻ ജോയൽ, അവന്റെ ഇഷ്ടം എന്തൊക്കെയാണെന്നും അവന് വേണ്ടുന്നത് എന്തൊക്കെയാണെന്നും എനിക്കറിയാം. അവൻ എന്തൊക്കെയാ പ്രയോജനമുള്ളതെന്ന് എനിക്കറിയാം. ഞാൻ അവൻ ഇന്നുവരെ അപ്പത്തിന് പകരം പാമ്പിനെ കൊടുത്തിട്ടില്ല, മുട്ടയ്ക്ക് പകരം കല്ല് കൊടുത്തിട്ടില്ല, തേളിനെ കൊടുത്തിട്ടില്ല. അവന്റെ ആരോഗ്യത്തിന്, അവന്റെ ഭാവിക്ക്, അവന്റെ ജീവിതത്തിന് പ്രയോജനം എന്തെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതെന്റെ കഴിവനുസരിച്ച് മാക്സിമം എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കൊടുക്കും. നിങ്ങളും അങ്ങനല്ലേ? അപ്പത്തിന് പകരം കല്ലാണോ കൊടുക്കുന്നേ? അല്ലല്ലോ. സ്തോത്രം. അപ്പൊ നമ്മളെല്ലാം ഒരുപോലെയാണ്. നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ ഏറ്റവും നല്ലത് കൊടുക്കാൻ. ഇനി ആ വാക്യത്തിലേക്ക് നോക്കിക്കേ. സ്വർഗസ്ഥരായ ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയത് കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താ? പരിശുദ്ധാത്മാവ്. Praise the Lord. Hallelujah. 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 ചില 10 വർഷങ്ങൾക്ക് മുമ്പ് LDF സർക്കാരിന്റെ ഒരു ആപ്തവാക്യം അത് വളരെയധികം പ്രയോജനപ്പെടും. LDF വരുമ്പോൾ എല്ലാം ശരിയാകും. ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നാൽ എല്ലാം ശരിയാവും. Praise the Lord. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ എല്ലാം ശരിയാകും. സ്തോത്രം. Praise the Lord. ഹല്ലേലൂയ. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം വായിച്ചു നോക്കൂ. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. എല്ലാവരും അന്യഭാഷ സംസാരിച്ചു. അവരിൽ മുട്ടുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. Praise the Lord. ആർക്കും മുട്ട് വന്നില്ല. എല്ലാവരുടെ മുട്ട് മാറി. എങ്ങനെ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ നിറവുണ്ടായി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായി. സ്തോത്രം. അതെ, ഒരു നിമിഷം കണ്ണടയ്ക്കാം. എല്ലാ കണ്ണുകളടച്ചേ. എനിക്ക് അനുവദിച്ച സമയത്തിന് എന്റെ വാച്ചിൽ 1 മിനിറ്റ് കൂടെ ഉണ്ട്. 1 മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് എടുക്കാം. ഹല്ലേലൂയ. ഇന്ന് കേൾക്കപ്പെട്ട വചനം പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും എന്നുള്ളതാണ്. പ്രാർത്ഥനാ മുറിക്കകത്ത് പകരപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഈ പ്രാർത്ഥനയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ കൂടി വന്നിരിക്കുന്ന ഹല്ലേലൂയ പ്രാർത്ഥനാ സഹകാരികളിലേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകട്ടെ. ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എത്ര പേർ എഴുന്നേൽക്കും? ഹല്ലേലൂയ. ലോകത്തെ ചലിപ്പിക്കുന്ന, ലോകത്തിന്റെ ചരിത്രത്തെ തിരുത്തുന്ന ഹല്ലേലൂയ പ്രാർത്ഥനകൾ ഉയരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആകയാൽ 2026 ഹല്ലേലൂയ നമുക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാം, കുറച്ചുകൂടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം, കുറച്ചുകൂടെ